റിപ്പീറ്റ് എടുക്കണ്ട. റിപ്പീറ്റ് ഞാൻ ഭ്രാന്തനായിപ്പാ കണ്ട ഭ്രാന്തമാര് റിപ്പീറ്റ് എടുക്കരുതോ. നന്ദിയുണ്ടോ നാറി, നന്ദിയുണ്ടോ നിനക്ക? അവന്റെ 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 തിയേറ്ററിന്റെ ഫേമസ് ആയതോ? എന്റെ റിവ്യൂ എടുക്കേണ്ടത് തോന്നില്ല. നമ്മളിപ്പോ എന്താ പറയാ, റിവ്യൂ പറഞ്ഞ പൈസ വല്ലതും കിട്ടും. ഒറ്റ പൈസ തരാറില്ല. പിന്നെ നമ്മൾ ഇതിനോട് വലിയ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടതെന്ന് അറിയാം. നമ്മളിപ്പോ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ആക്ടറാണ്, നടനാണ്. അത് നടനെന്ന രീതിയിൽ അംഗീകാരം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ റിവ്യൂസിലൊക്കെ വന്ന അത്യാവശ്യം പബ്ലിസിറ്റി ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ നാളെ റിവ്യൂ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ വനിതാ തിയേറ്റർ ഫേമസ് ആയത് ഈ നമ്മള് ഞാൻ സന്തോഷം ഇറങ്ങി കയറാം. പക്ഷെ അത് പബ്ലിസിറ്റി ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ നാളെ ഇപ്പോ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ആക്ടറാണ് ശരിക്കും. ഇല്ലെന്ന് റിവ്യൂ പറയാൻ ഒറ്റ പൈസ തരാറില്ല. പിന്നെ നമ്മൾ ഇതിനോട് വലിയ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടതെന്ന് അറിയാം. നമ്മളിപ്പോ ഇതിപ്പോ ഇയാള് പറയുന്നുണ്ട്, ഇയാള് സിനിമയിൽ അഭിനയിക്കുകയാണ് എന്നാണ് ഇയാള് പറയുന്നത്. സിനിമയിലെ മെയിൻ നടനാന്നാ പുള്ളി പറയുന്നത്. സീരിയസ് പരിപാടി പുള്ളി നടത്തിക്കൊണ്ടിരിക്കുക, അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുക പടത്തില്, മലയാള സിനിമയില്. ഇത് കേരള സമൂഹത്തിൽ നിന്ന് ഉള്ള മലയാള സിനിമക്കുള്ള ഒരു തിരിച്ചടിയായിട്ട് നന്നായിപ്പോയി. മനസ്സിലായോ? ഇതാണ് വെച്ചോ. ഇവരെയാണ് നിങ്ങൾ പണം കാണിച്ചോണ്ടിരുന്നത്. അതെ, ഇവന്മാരുടെ കാശാ ഇവന്മാർ അടിച്ചോണ്ടിരുന്നത്. ഇത് വന്നവരെ കണ്ടിട്ടുള്ളൂ. ബാക്കി തിയേറ്ററിൽ ആദ്യത്തെ ദിവസം പോകുന്നമാരല്ലേ ഇങ്ങനത്തെ ഞങ്ങൾ ഇവിടുന്ന് ഒരു നടനെ അങ്ങോട്ട് തരുന്നു എടുത്തു. അതെ, ഈ ആറാട്ടണ്ണനും പെരേരയും പറയുന്ന പോലെ ഈ വനിത തിയേറ്റർ ഒന്നും ഇവന്മാര് കാരണമൊന്നും അല്ല ഫേമസ് ആയേക്കുന്നത്. ഇവന്മാർ ആ വനിത തിയേറ്ററിൻ്റെ അവിടെ പോയി അലമ്പുണ്ടാക്കിക്കൊണ്ടങ്ങ് ഫേമസ് ആയി പോയി. ആറാടുകയാണെന്ന് ആറാട്ടണ്ണൻ പറയുന്നു. അവിടെ എങ്ങനെ മീഡിയക്കാർ വരുന്നതെന്നാ ഇവർ വിചാരിച്ചത്. അവിടെ സെലിബ്രിറ്റീസിന് അവർ ഓരോ ഷോയ്ക്ക്, ആദ്യത്തെ ഷോയ്ക്കൊക്കെ സെലിബ്രിറ്റീസ് വരുന്നതുകൊണ്ടാണ് മീഡിയക്കാരവിടെ വരുന്നത്. അല്ല അത് ആറാട്ടെണ്ണം വരുമെന്ന് അറിഞ്ഞിട്ട് വന്നതൊന്നുമല്ല. പിന്നെ ഈ പബ്ലിക് ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഒരുതരം റെസ്പോൺസ് എടുക്കത്തില്ലേ, റിവ്യൂ അല്ല, ഈ റെസ്പോൺസ്, തിയേറ്റർ റെസ്പോൺസ്, അത് കുറേ വർഷങ്ങളായിട്ട് പലയിടത്തും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊരു ദിവസം ആറാട്ടെണ്ണം ശരി ആറാടുകയാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ കൂടുതലും സെലിബ്രിറ്റീസ് വരുന്നതുകൊണ്ടാണ് ഈ മീഡിയക്കാർ പിന്നീടൊക്കെ വരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു സെലിബ്രിറ്റീസിന് കൈ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു സീൻ ആറാട്ടെണ്ണൻ്റെ. അല്ല ആറാട്ടെണ്ണം വിചാരിച്ച പോലെ ആറാട്ടെണ്ണം കാരണമല്ല വനിത ഫേമസ് ആയത്. വനിത ഫേമസ് ആകുന്നത് അവിടുത്തെ പരിപാടിക്കെല്ലാം ഈ സിനിമ തിയേറ്ററിൽ ഈ നടന്മാരും നടികളും എല്ലാം വരും. അപ്പോൾ ഈ മീഡിയക്കാർ അവിടെ ചെന്ന് ഇവരുടെയൊക്കെ റിവ്യൂ എടുക്കും. അതൊരു കലാപരിപാടിയാക്കി മാറ്റിയ പിന്നെ അവിടെ അങ്ങനത്തെ ഈ വനിതയെന്ന് കേൾക്കാൻ തുടങ്ങി. പിന്നെ ഇവർ കയറി അലമ്പുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവരെ അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പിന്നൊരു കാര്യം സംഭവിക്കുന്നുണ്ട് ഗ്രാജുവലി. വനിതയിൽ വന്ന ഫേമസ് ആവാമെന്നുള്ളൊരു സാധനം വന്നു. അങ്ങനെ കുറെ ആൾക്കാർ വന്നു. അത് ശരിയാ, അത് ഇവർ കാരണം സംഭവിച്ചതാണ്. വനിത വന്നെന്ത് അലമ്പും കാണിക്കാം, അല്ലാതെ വേറെ PVR ചെന്ന് അലമ്പുണ്ടാക്കാൻ പറ്റത്തില്ല. വേറെ തിയേറ്ററിലൊന്നും ഇങ്ങനത്തെ കച്ചറ പരിപാടികൾ എൻ്റർടൈൻ ചെയ്യത്തില്ല. ഇവിടെ മീഡിയക്കാർ വരുന്നതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങോട്ട് മറ്റേ വിളിച്ച ഉള്ളിടത്തോട്ട് ഈയലെടുത്ത് വരുന്ന പോലെ അടുത്ത് വരുന്നത്. അതുപോലെ കുറേ എണ്ണം വന്ന് ആടി, അത്രയേ ഉള്ളൂ അതിൻ്റെ. അത് കുറച്ച് കഴിയുമ്പോൾ ഇത് കഴിയുകയും ചെയ്യും. ഇത് ഏകദേശം ഇനി ഒരു വർഷം കൂടെ മാക്സിമം ഓടുമെന്ന് തോന്നുന്നു. 2025 ഇത് തീരുക. അത് കഴിഞ്ഞാൽ പിന്നെ ആറാട്ടെണ്ണനും ഇല്ല, പെരേരയില്ല, ആ വനിത തിയേറ്ററിൽ വലിയ ആളും ഇല്ല. അടുത്ത ജൂലൈ മുതലാണ്ട് മലയാള സിനിമ നിർത്താൻ പോകുകയെന്ന് പ്രൊഡ്യൂസർമാർ പറയുന്നത് കേട്ടു. വളരെ നല്ല കാര്യം. അതൊക്കെ നിർത്തിയിട്ട് വല്ല പഴയ പടങ്ങൾ അതൊക്കെ ഇംഗ്ലീഷ് മൂവീസ് കൊണ്ടുവന്ന് ഇട്ടാൽ മതി. പഴയത് പുതിയതൊന്നും ഇടണമെന്നില്ല. തിയേറ്ററുകാർക്ക് അടിപൊളി. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതേ ഇടാൻ പറ്റത്തുള്ളൂ. മലയാള സിനിമ ഇവന്മാരുണ്ടായിക്കൊണ്ട് വന്നാലും ആരും കാണത്തില്ല. അതെ, തിയേറ്ററുകാർക്ക് ലാഭമുള്ള പഴയ പടം കൊണ്ടു ഇട്ടാൽ മതി, പുതിയതൊന്നും ഇടണമെന്നില്ല. ഇപ്പോൾ പിള്ളേരൊക്കെ പഴയ ഇംഗ്ലീഷോടൊക്കെ കാണാൻ താല്പര്യമുള്ളവരായിരിക്കും. സെലക്ട് ചെയ്തുകൊണ്ട് വന്നാൽ മതി. ടെർമിനേറ്ററൊക്കെ റിലീസ് ചെയ്യും, അത്രേ ഉള്ളൂ. അത് വേണ്ട, ഓടും. അല്ലാതെ പഴയ മോഹൻലാലിന്റെ പടം. ഈ തിയേറ്റർ ഉടമകളുടെ അസോസിയേഷൻ ഉണ്ട്, അതിന്റെ വലിയ കൊണാണ്ടർ എന്ന് പറയുന്നത് ആന്റണി പെരുമ്പാവൂർ പ്രസിഡന്റ്. ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇയാളെയും ചെയ്യും.
അതും ചെയ്യും. എന്നിട്ട് മോഹൻലാലിന് പണിയില്ലാതിരിക്കുകയും ചെയ്യും. അതെ 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 കാരണം ഇവർക്ക് അറിയില്ലല്ലോ ഇതിന്റെ പരിണത ഫലം അതാണെന്നുള്ളത്. അതുകൊണ്ട് ബുദ്ധി ഇല്ലല്ലോ. എങ്ങനെയോ അങ്ങ് ആയിപ്പോയി. അപ്പോൾ അതേലും നല്ല കാര്യമായിരിക്കും. മലയാള സിനിമ പ്രൊഡക്ഷനൊക്കെ നിർത്താമെങ്കിൽ ശല്യം അത്രയും കുറഞ്ഞിരിക്കും. പന്ന കുറേ പടവും ഈ തിയേറ്ററിൽ അലമ്പൊക്കെ മാറി ഈ പൊട്ടന്മാരൊക്കെ നല്ല സിനിമയെ കണ്ടാൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. ആർക്കറിയാം. ആവുന്നില്ലല്ലേ. ഏത് ഭാഷ ചിത്രവും അവനെ സ്വാധീനിക്കാൻ സാധിക്കത്തില്ല. മഴയോ വെയിലോ മഞ്ഞോ കുളിരോ കടലോ കായലോ മരുഭൂമി പോലും അവനെ തളർത്തത്തില്ല അല്ലേ. എവിടെ കൊണ്ട് നിർത്തിയാലും ഒരേ രീതിയിൽ ഒരേ ഭാവത്തിൽ ഒരേ സ്വഭാവം. അതാണ് പെരേര. അവിടെ എല്ലാം ഒരു ഡാൻസും കളിക്കും. ഏത് തീട്ടക്കുഴി പോയി വീണാലും 4 കാല് ഡാൻസ് കളിക്കുന്നവനാണ് പെരേര. ഇവന്മാർ ഈ പറയുന്ന കേട്ടവർക്ക് ഇവർ എന്നാൽ പിന്നെ വേറെ തിയേറ്ററിലോട്ട് മാറും. മലയാള സിനിമാ പ്രേമികളുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് പെരേരയും ആറാട്ടണനും മറ്റേ കിംബോയി ടൈഗർ മറ്റേ ഉണ്ണിക്കണ്ണൻ സൂപ്പർ ആൾക്കാരാ. ഉണ്ണിക്കണ്ണന്റെ വേറൊരു വീഡിയോ വന്നു ഇതിന്റെ ഇടയില്. ഉണ്ണിക്കണ്ണനോട് ഇങ്ങനെ വിജയുടെ പല പഴയ ഫോട്ടോസ് കാണിച്ചിട്ട് ഇതേ സിനിമയിലാന്ന് പറയാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോ നമ്മളെന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? അവൻ പറയുന്നു ഇവനൊന്നും അറിയത്തില്ല. ഭയങ്കര ഫോളോവർ ആണല്ലോ ഇയാള്, ഭയങ്കര ഫാനാണല്ലോ, ടോപ്പ് ഫാനാണല്ലോ. അത് ആറെണ്ണം പറയും. ഇയാൾക്കാന്ന് പറയാൻ പാടില്ല. ഇയാൾ ഈ അടുത്ത കണ്ട ഏതോ പടം കണ്ട എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇറങ്ങിയ ഒരു പടം കണ്ടിട്ടുണ്ടോ അതോടെ അങ്ങ് ആയിപ്പോയതായിരിക്കും. പെട്ടെന്ന് ഫാനായത്. എന്തെങ്കിലും ഒരു സീൻ കണ്ടു കാണും അതിനകത്ത്. ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അങ്ങ് ഇറങ്ങി നടക്കുമായിരുന്നു പുള്ളി. നടന്ന് പോവാ തമിഴ്നാട്ടിന് സുഖമില്ലാതെ. പാവം. ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ പോകത്തില്ലാന്ന് ഇവർ. തിയേറ്ററിൽ പോലും പോകത്തില്ല. സത്യം. നോക്കാൻ ആളുണ്ടാകുന്നതിൽ അതിനുപോലും ആളില്ലാത്ത മനുഷ്യർ. അവർ അവിടെ നിന്ന് പറഞ്ഞിട്ട് പോട്ടെ എൻ്റെ മുതലാളി, ഇതുങ്ങളെ പിടിച്ച് മാറ്റിയിട്ട് എന്ത് കിട്ടാനാണ് ഇയാൾക്ക്? അറിയാൻ ഈ ആൾക്കാരെയൊക്കെ കാണിക്കാനും അറിയപ്പെടാൻ വേണ്ടിയൊക്കെയാണോ അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? ആണ്. ഫെയിമാണ് താല്പര്യം ആറാട്ടെണ്ണം പറയുന്നുണ്ടല്ലോ. ഇവനിപ്പോൾ പറഞ്ഞില്ലേ പൈസ ഒന്നും കിട്ടാറില്ലെന്ന്. ഇങ്ങനെ നിൽക്കണം. അതപ്പോൾ ഇടയ്ക്ക് അവർ ഫുഡൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. അവർ വിചാരിച്ചതിൽ ഏറ്റവും വലിയ കാര്യം നടന്നേക്കുന്നു. അല്ലാതെ എത്ര പുസ്തകം എഴുതിയിട്ട് ആറാട്ടെണ്ണ ഫെയിം കിട്ടിയില്ല. ഇനി PhD എടുത്താലും ഫെയിം കിട്ടുമോ? അതാണ് മെയിൻ. ഇപ്പോൾ ഉള്ള ടോപ്പ് പരിപാടി അതാ. കിട്ടി, പക്ഷേ ഇതിപ്പോൾ കുറയുക. ഇങ്ങനെ 2025 കഴിയുന്നതോടെ ഡള്ളായി തീർന്നു. വെറുക്കും ആൾക്കാർ. ആരും വീഡിയോ കാണാണ്ടാവും. അങ്ങനെ ഇവരെല്ലാം പോവും. പിന്നെ ആരും ഇല്ല. ആറാട്ടെണ്ണ ഇല്ല, പെരേര ഇല്ല. ഭൂമി ഉണ്ടോ ആ സമയത്ത്? ഭൂമി പോലും ഇല്ല. സ്വർഗമില്ല, നരകമില്ല, ദൈവമില്ല, ചെകുത്താനില്ല, ആരുമില്ല. മലയാള സിനിമയില്ല. എല്ലാം കഴിഞ്ഞ് അവസാനിക്കാൻ പോകും. ലോകം അവസാനിക്കാൻ പോവുക. മലയാള സിനിമ ഇല്ലാതായാൽ ആറാട്ടെണ്ണ ഇല്ലാതാവും. ആറാട്ടെണ്ണ ഇല്ലാതായാൽ പെരേര ഇല്ലാതാവും അല്ലേ? പെരേര ഇല്ലാതായാൽ കിംബോ ഇല്ലാതാവും. അതൊന്നും പറയാൻ പറ്റത്തില്ല. അതാ പറഞ്ഞ അങ്ങനെ എല്ലാ ജീവജാലങ്ങളും ഇല്ലാണ്ടാവും. ഓരോ പ്രതിഭാസങ്ങൾ. എന്നാലും നന്ദി വേണം. നന്ദിന്ന് എന്തിനാ ഇവർക്കാ നന്ദി വേണ്ടേ? ആ തിയേറ്റർ ഉടമയോട് പാവം ഉണ്ടാവണം. ഇതേപോലത്തെ അവസരം കിട്ടത്തില്ലല്ലേ? അതെ, അങ്ങനെ അല്ല വേറെ ആയാലും തിയേറ്ററിൽ പോയി ഇങ്ങനത്തെ അവസരം കിട്ടും. അയാളെ എവിടെ ഇൻവൈറ്റ് ചെയ്ത ആളെ വരുത്തുന്നതൊക്കെ ഈ തിയേറ്ററുകാർ കൊണ്ടുവരുന്ന സിനിമ സെലിബ്രിറ്റികൾ. അത് അയാളുടെ ഒരു ട്രിക്ക്. അത് മനസ്സിലായില്ല ഇവർക്ക്. അതിനിടയിൽ ഇമ്മാർ കിടന്ന് കാണിച്ചപ്പോഴും അയാൾക്ക് മനസ്സിലായി സംഭവം കുഴപ്പമില്ല, വയറിലൊക്കെ ആവുന്നുണ്ട്. അതും പുള്ളിക്ക് മതിയായി. പുള്ളിക്ക് മനസ്സിലായി. പുള്ളി കാലം കഴിഞ്ഞെന്ന് മനസ്സിലായി ഇയാൾക്ക്. ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് പോയി മനസ്സിലായി. ഇനി ഇത് അലമ്പാ, എല്ലാവർക്കും വെറുപ്പീരായി. ഇമാർ തിയേറ്ററിൽ കിടന്ന് നിരങ്ങുക, തീട്ട പരിപാടിയാ. ഞാൻ ആറാട്ടനോട് പല പ്രാവശ്യം പറഞ്ഞാൽ അങ്ങോട്ട് പോരുന്നു കേട്ടോ, മനസ്സിലായില്ല. ഇപ്പം നല്ലപോലെ കിട്ടി. ഒരു മാസം മുമ്പ് ഞാൻ പറഞ്ഞ ബ്രൈറ്റിനോടും പറഞ്ഞ കൊണ്ടുപോരുന്നു ഇവനെ. അപ്പം തള്ളിക്കരു എനിക്ക് ഫെയിം വേണം മറ്റേ വേണം. ഇപ്പം അങ്ങ് നാണം കെട്ടങ്ങ് നാറിപ്പോയി. നാറിയെന്ന് പറഞ്ഞോണ്ടല്ലോ ആറാട്ടെണ്ണ തന്നെ തീർന്നു ഇതോടെ. അവനെ പിന്നെയും കയറി ചെല്ലും അങ്ങോട്ട് നാണം ഇല്ലാതെ. ഒരു പ്രാവശ്യം പെരേര ഇറക്കി വിട്ടപ്പോൾ മനസ്സിലാക്കണമായിരുന്നു അങ്ങേർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്.
ഞാൻ പറഞ്ഞു വിട്ടതാ, നീ അങ്ങോട്ട് പോകരുത്, അവിടെ ചെന്ന് നടന്മാർക്ക് നടികൾക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കരുത്, ഈ മീഡിയക്കാരുടെ മുന്നേ അവിടെ ചെന്ന് ചാടരുത്, പുറത്തെവിടെ നിന്ന് എന്തിനും ചെയ്യും പറഞ്ഞാൽ കേൾക്കത്തില്ല. അങ്ങോട്ട് തെണ്ടി ചെന്നിട്ട് ആട്ടും തുപ്പും കൊണ്ട് ഇറങ്ങിയേക്കുക. ഇനി അങ്ങോട്ട് ചെന്നാൽ ചിലപ്പോൾ അവരെ ഓടിക്കുന്നതൊക്കെ കാണിക്കും, അതും വൈറലാവും. അപ്പോഴും ഈ പൊട്ടനാവും, വീണ്ടും പൊട്ടനായി പോവും, വെറും പൊട്ടനായി പോവും ആറാട്ടനൊക്കെ. ഭയങ്കര PhD എന്തോ ഐൻസ്റ്റീൻ ആവാനിരിക്കുക, ന്യൂട്ടൺ ആവാനിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ തിയേറ്ററിൽ നിന്ന് തുപ്പി തൂറി എറിയുക ആൾക്കാർ. അങ്ങനെയൊന്നും ചെയ്തില്ല. എന്നാലും അടുത്തതിന് മിക്കവാറും സെക്യൂരിറ്റി പിടിച്ച് പുറത്ത് കൊങ്ങായി പിടിച്ച് ഇങ്ങനെ തള്ളി വിടുന്ന കാണാം. അതുകൂടെ കണ്ടു കഴിയുമ്പോൾ വലിയൊരു അടിക്കുമെന്ന് പിടിച്ച് തിയേറ്ററിൽ കയറുമ്പോൾ ചൂരടിക്ക് അടിക്കും, ഇറങ്ങണ ഓർഡറാന്നൊക്കെ പറയും. ആറാട്ടനൊക്കെ ഓടും തിയേറ്ററിൽ നിന്ന്. പിന്നെ ഇവൻ്റെ ടിക്കറ്റ് കൊണ്ടല്ലേ അവർ ജീവിക്കുന്നത്. ഇവൻ ആരാ ഈ ആറാട്ട്? എന്തിനു കൊള്ളാം, ചുമ്മാ കൊണ എന്തോ പറഞ്ഞാൽ ലാഗുണ്ട് എൻ്റെ പഴം. ഇവൻ തിയേറ്ററിലോട്ട് കയറ്റരുത്, ഇനി ഇവന്മാരെ ഒന്നിനും അടുപ്പിക്കരുത്. വനിതയില്ല അടിച്ചോടിക്കണം കേട്ടോ ഇനി വരും. ആറാട്ട് എന്നാലേ മനസ്സിലാകത്തുള്ളൂ ആറാട്ടനെ, അല്ലേ മനസ്സിലാകത്തില്ല. ആറാട്ടനെ വിചാരിക്കുന്ന അവിടെ വലിയ സംഭവമാണ്, തിയേറ്റർ ഉണ്ടാക്കിയത് ഇവനാന്നൊക്കെയാണ്. മലയാള സിനിമ പിടിച്ചു നിർത്തിയിരിക്കുന്ന ആറാട്ടനെ ഒന്നുമല്ല. ഒരാഴ്ച മിണ്ടായിരുന്ന ഇവനെ ആൾക്കാർ മറക്കുമെന്നേ ഉള്ളൂ, സിനിമ അവിടെ കാണും. അപ്പോഴും അങ്ങനത്തെ ഡയലോഗൊന്നും വേണ്ട. തിയേറ്റർ ഉടമ എന്താണെങ്കിലും മോശമായി പോയി കാണിച്ചത്, കുഴപ്പം. പാവങ്ങളെവിടെയെങ്ങാനും വന്ന് വല്ല വടയും ചായ കുടിച്ചിട്ട് പോട്ടെന്ന് വെക്കണോ? അതല്ല, പുള്ളി ആദ്യം പെരേരയെ ഓടിച്ചു, ഇടയ്ക്ക് അവൻ ഇളകുന്നതാണോ ഇനി? ആറാട്ടനൊക്കെ എല്ലാ വെള്ളിയാഴ്ച ഇളകും, ഇവന് വർഷത്തിൽ 2 പ്രാവശ്യം ഇളകും. ഇനിയും ഉണ്ടാവും കേട്ടോ, ഇത് ഓർത്ത് വെച്ചോ. ഇടയ്ക്ക് ഇവന് വീണ്ടും ഇളകും. ഈ മുതലാളി എന്ന് പറഞ്ഞൊരുത്തം വരുന്നുണ്ട്, അത് ഒരു കണ്ണടിക്കാരൻ. അവനിടയ്ക്ക് ഇളകുമ്പോഴാണ് അവൻ കയറി യുദ്ധം കയറി പിടിക്കും. ഈ വരുന്നവത്തെ ഒന്ന് പിടിച്ചേക്കാം ആ വള്ളിയേൽ. അതായിരിക്കും നടക്കുന്നത്. അവൻ്റെ ഇളക്കം എന്ത് ഇളക്കമാന്നുള്ള പിന്നീട് അറിയത്തുള്ളൂ. ഇടയ്ക്ക് എനിക്ക് വന്ന് ഇത് ഇയാൾ വന്നൊന്ന് കാണിക്കുന്നതായിരിക്കും അല്ലേ, ആയിരിക്കും അല്ലേ? പിന്നെ ഇവനെയൊക്കെ അവിടെ കയറ്റു. പിന്നെ എന്തെല്ലാം അലമ്പ കാണിക്കുന്ന നടക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യം അയാൾക്കില്ല. എന്താണെന്നറിയാം, അവിടെ ഓൾറെഡി സിനിമാടന്മാരും നടികളും വരുന്ന സ്ഥലമാണ്. അവിടെ ഇവരില്ലേലും ഒന്നുമില്ല. ഇവരെ കൊണ്ട് അവർക്ക് ശല്യമാണ്. ഈ വരുമ്പോൾ കൈ എടുക്കാൻ ചെല്ലുക, തോണ്ടുക, ചിക്കുക, ഓരോന്നൊക്കെ അപവാദങ്ങൾ പറഞ്ഞ് പിടിപ്പിക്കുക. ശരിക്കും ബുദ്ധിമുട്ടാണ് ഇത്. ഇതിൻ്റെ ആവശ്യമില്ലാത്ത പരിപാടി തന്നെയാണ്. പിന്നെ ഇതുങ്ങൾ പാവങ്ങളാണല്ലോ എന്ന് കരുതിയിട്ട് ആൾ വിട്ടുകൊടുത്താ ഉറപ്പാണ്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ഞാനാണെ കയറ്റത്തില്ല ഇവനൊന്നും. എൻ്റെ തിയേറ്ററെങ്ങാനും ആയിരിക്കണം. ആദ്യത്തെ ദിവസം പറയും പുറത്തിറങ്ങി എന്ന് കാണിച്ചത്, കടക്ക് പുറത്തുനിന്നങ്ങ് പറയും. അലമ്പാന്ന് പിന്നില്ല. ആൾക്കാർക്ക് ഒരു വേറെ സാധനം കിട്ടും, ആക്ടേഴ്സിന് കിട്ടും. ഈ ആറാട്ടനോടെ ഒരിക്കലും പോവാത്ത ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നില്ല, അവർക്ക് നാണക്കേടാവുന്നു. അല്ലെന്ന് അങ്ങോട്ട് പോയി അവിടെ പോയി സിനിമ കാണാൻ നിൽക്കാത്ത ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കമന്റ് ഇതിനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ ശരിയാ, പ്രശ്നമാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഈ പൊട്ടനോടെ ആറാട്ടനോട് 1.5 മാസം 1 മാസം അയാൾ ഇത് പറഞ്ഞിട്ട് പോകരുതെന്ന്. അവൻ കേൾക്കത്തില്ലല്ലോ. ഇവനെയൊക്കെ അകത്ത് കയറ്റാതിരുന്നാലേ ഇവൻ പോകാതിരിക്കത്തുള്ളൂ. അല്ലാതെ അവന് ബുദ്ധിയും ബോധമൊന്നും ഇല്ല അതിനുള്ള. മണ്ടത്തരം പറഞ്ഞുകൊണ്ട് അങ്ങ് നടക്കും. എന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് പറയുക എന്നെ ഇറക്കി വിട്ടെന്ന്. എന്നെ ഇറക്കി വിടാതെ നിന്നെ അകത്ത് പിടിച്ചുകൊണ്ട് പോയി നിനക്ക് ചായ മേടിച്ച് തരണം അയാൾ. നേരത്തെ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. ബ്രൈറ്റ് എന്ന് പറഞ്ഞ ചെറുക്കൻ പറയട്ടെ, പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ വീണ്ടും തള്ളി കയറി അങ്ങോട്ട് തന്നെ ചെല്ലും. ഒരാഴ്ചയിലും കണ്ടാവും, ഒരൊറ്റ പ്രാവശ്യം ഫോർമോളിൽ പോയി സിനിമ കണ്ടത്. ബാക്കിയെല്ലാം മനിതമനിലോട്ട് തള്ളി കയറി. എനിക്ക് ഫെയിം വേണമെന്ന്. അങ്ങനെ ഫെയിം വേണമെങ്കിൽ പുറത്തോട്ട് നിന്ന് ചെയ്യും. എന്തിനാ ഈ വെല്ലോൻ്റെ പ്രോപ്പർട്ടി കയറി അയാളുടെ ബിസിനസ്സിനകത്ത് കയറി ചെയ്യുന്നത്? പുറത്തെങ്ങാൻ അയാൾ പറയുന്ന അതിൻ്റെ നിയമം അല്ല. നിൻ്റെ വീട്ടിൽ കയറി വന്ന് എന്തിനും ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ വെല്ലോരൊക്കെ. ആറാട്ടൻ്റെ വീട്ടിൽ കുഴപ്പമൊന്നും കാണത്തില്ല. പക്ഷെ അങ്ങനല്ല ആൾക്കാർ പൊതുവെ. വെല്ലോൻ്റെയും പരിപാടിക്കകത്ത് കയറി ഉണ്ടാക്കാൻ നിൽക്കരുത് ആരും. അത് അയാളുടെ പരിപാടിയാണ്, അയാളുടെ സ്ഥാപനമാണ്. അതിനകത്ത് അയാൾ പറയുന്ന പോലെ നടക്കണം. ഇനി അങ്ങോട്ട് ചെല്ലരുതെന്നാൽ ചെല്ലരുത്, അത്രേ ഉള്ളൂ. പിന്നെ നാണം ഇല്ലാതെ വലിഞ്ഞു കയറി ചെല്ലും. എത്രാമത്തെ പ്രാവശ്യം ഇറക്കി വിടും? എത്ര ജീവന്മാരെ ഇറക്കി വിടുമോ അയാളിനി? വീണ്ടും അലമ്പാൻ ചെല്ലും. ഒരു ബോധം വേണ്ട, ഇച്ചിരിയെങ്കിലും ഉളുപ്പ് വേണ്ടേ, നാണം വേണ്ടേ? എന്നിട്ട് കിടന്ന് കൊണമെന്ന് പറഞ്ഞാൽ മതി. അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് മനുഷ്യത്വം ഉണ്ടോയെന്ന് എന്നോട് ചോദിക്കുമോ? ഇവനെ ഇറക്കി വിട്ടേന് ഞാൻ എന്ത് ചെയ്യാൻ? എനിക്കതിനകത്ത് യാതൊരു വിരോധം തോന്നുന്നില്ല. അയാൾക്ക് അയാളുടെ ഇഷ്ടമാണ്, അയാൾക്ക് അത് ബുദ്ധിമുട്ടാണ്, അയാൾ പറയും. അത് കേട്ടിട്ട് മര്യാദ ഇല്ലാത്തവന്മാരായതുകൊണ്ട് പിന്നെയും തള്ളി കയറി ചെല്ലുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വെളിവുണ്ടോ വെള്ളിയാഴ്ച ഉണ്ടോ എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യമാണ്.
ഇനി അയാൾ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാൽ ഇവന്മാരെ സെക്യൂരിറ്റി കൊങ്ങാക്കി പിടിച്ച് ഞെക്കി പുറത്തിടും, എല്ലാം ചൂരവടിക്ക് അടിക്കും. അതും മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇവരൊന്നും ചെയ്യാനൊന്നുള്ളവരന്മാരൊന്നുമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തുള്ളൂ എന്ന് തോന്നി ഇവനൊക്കെ. അല്ലാതെ മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഇനമൊന്നും അല്ല ഇത്.